ഒരു ദ്വീപിലെ ഒരു MP ഉണ്ട്. അദ്ദേഹം 2000 സമയം ആ ഒരു മഹവിലാണ് അദ്ദേഹം തന്റെ എതിരാളിയോട് മത്സരിച്ച് തോറ്റുപോയി. തോറ്റ ഉടനെ കേന്ദ്രത്തിൽ നിന്ന് അന്നെ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു, പെട്ടെന്ന് ഡൽഹിയിലെത്താൻ. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ഡൽഹി ചെന്നപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ഒരു കാത്തിരിക്കാണ്, ക്യാബിനറ്റിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ. അദ്ദേഹത്തെ തോൽപ്പിച്ച് ജയിച്ചോൻ ദ്വീപെന്ന് വിട്ടിട്ടില്ല. അയാൾ TV തുറന്നു നോക്കുമ്പോ കാണുന്നത് എതിരാളി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത. എന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതമാണ്. ഞാനൊരിക്കൽ ദ്വീപിലേക്ക് ഒരു പ്രസംഗത്തിന് വേണ്ടി സയ്യിദ് സാഹിബ് എന്നെ ക്ഷണിച്ചു. അങ്ങനെ രാവിലെ സയ്യിദ് സാഹിബിന്റെ കൂടെ അതിരാവിലെ കടപ്പുറത്തൂടെ നടക്കുക. രാവിലെ സുബഹി നിസ്കരിച്ച് അദ്ദേഹം വന്നു, ഒരു ലേശം നടക്കുക ഉസ്താദിയായിരുന്നു. അങ്ങനെ രണ്ടാളും നടന്നു. അപ്പൊ അദ്ദേഹം നടക്കണതിനിടയിൽ സയ്യിദ് സാഹിബ് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ആല ഇമ്രാനിലെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന ആയത്ത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാം. നാം മുഴുവൻ ഓതിയതാണ്. ഞാൻ മുഴുവൻ ഓതി കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് ഭൂമിയിൽ ഇറങ്ങി നടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഈ ആയത്ത് ഭൂമിയിൽ കൂടി ഇറങ്ങി നടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അയ്യാൻ കണ്ടിട്ടില്ലാറോ? എന്നെ നോക്കിക്കളി. അയ്യാനാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക, തോറ്റോനും അധികാരം കൊടുക്കും. മറ്റും നാട്ടിലിറങ്ങിയിട്ടില്ല. അപ്പോഴത്തിന് തോറ്റോൻ എന്തായി? ജയിച്ചോൻ പൊരിയാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തിന് തോറ്റോൻ ആരായി? കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി, ക്യാബിനറ്റിൽ മന്ത്രി. ലക്ഷക്കണക്കിന് ലീഡിങ്ങിൽ ജയിച്ചവർക്ക് വരെ കിട്ടാത്ത ഭാഗ്യം തോറ്റോന്. എന്ത്? ഖുലില്ലാഹുമ്മ പറ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ. കലങ്ങപ്പോഴും ഓർമ്മയുണ്ട്. കടപ്പുറത്തൂടെ നടക്കുക. കടലിങ്ങനെ, ഈ കടലിന്റെ കല്ലിട്ട ഭിത്തിയിൽ തട്ടിയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. ഒരു മഞ്ഞ് പോലത്തെ ഇതിനേക്കാൾ മൂടിയ ഒരു മഞ്ഞുണ്ട്. രണ്ടാളും കൂടി നടക്കുക. ഞാനും സയ്യിദ് സാഹിബ് നടക്കുക. അരങ്ങപ്പോഴും ഓർമ്മയുണ്ട്. മറക്കൂല, ആരെണ്ണം മറക്കൂല. അദ്ദേഹം പറഞ്ഞു മറക്കൂല. എന്തുകൊണ്ട്? ആയത്തിന്റെ ഓതിയിട്ട് ഈ ആയത്ത് നിങ്ങൾക്ക് അറിയോ? അറിയുന്നതാണ്. എന്നാ കാണാൻ ഓതി നടക്കല്ലേ. അത് ഭൂമിയിൽ ഇറങ്ങി നടക്കാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന പോയി കളി. ഞാൻ കണ്ടു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുത്തിൽ മുൽക മൻ തശാ. നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. എന്തിനാ ബേജാറാണ്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. നാളെ താറാവ് നാളെ മുട്ടയിടേണ്ടത് ധൃതി കാണിച്ചിട്ട് ഇന്ന് അകിട് കീറിയാലോ? മരിച്ച് കൈ. അപ്പൊ എനിക്ക് എന്താ വേണ്ട? സബർ. ഈമാന്റെ പകുതിയാണ്. ഈമാന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ എന്താ ഇനി പറയാ? എന്റെ ഈമാന്റെ പകുതിയാണ്.